കേരള സർക്കാർ ആരോഗ്യരംഗത്ത് നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായ കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകളും മാറ്റങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. ദേശീയ ആരോഗ്യ സംരക്ഷണ മിഷൻ, ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, ABPMJ-യുമായി ബന്ധിപ്പിച്ച് കേരളത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതി സംസ്ഥാനത്തെ ദരിദ്രരും പിന്നോക്കക്കാരുമായ കുടുംബങ്ങൾക്ക് സൗജന്യ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നു. 2026 കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമാക്കി നടപ്പിലാക്കിയ നിരവധി പരിഷ്കാരങ്ങൾ, ആനുകൂല്യങ്ങളുടെ വർധനവ്, പുതിയ ആശുപത്രികളുടെ ഉൾപ്പെടുത്തൽ, ഡിജിറ്റൽ സൗകര്യങ്ങൾ, ക്ലെയിം പ്രോസസ്സിംഗ് വേഗത്തിലാക്കൽ എന്നിവയെല്ലാം ഈ വീഡിയോയിൽ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. കേരളത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ, BPL കാർഡ് ഉടമകൾ, മറ്റ് അർഹരായ കുടുംബങ്ങൾ എന്നിവർക്ക് ഈ വിവരങ്ങൾ ജീവരക്ഷാ മാർഗമാണ്. കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി 2026 പ്രധാന ലക്ഷ്യം ഓരോ അർഹരായ കുടുംബത്തിനും പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ ആനുകൂല്യം ലഭ്യമാക്കുക എന്നതാണ്. ഈ 5 ലക്ഷം രൂപ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും ഫ്ലോട്ടർ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാം. അതായത് ഒരംഗത്തിന് മുഴുവൻ തുക ഉപയോഗിക്കാം, അല്ലെങ്കിൽ പല അംഗങ്ങൾക്കായി തിരിച്ചും ഉപയോഗിക്കാം. പദ്ധതി ക്യാഷ്ലെസ് ആണ്. ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമ്പോൾ 1 രൂപ പോലും മുടക്കേണ്ടതില്ല. ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് സമയത്തും പണം നൽകേണ്ടതില്ല. ആശുപത്രി നേരിട്ട് ഇൻഷുറൻസ് കമ്പനിയുമായി, സംസ്ഥാന ഏജൻസിയുമായി ക്ലെയിം സെറ്റിൽ ചെയ്യും. 2026 പ്രീ എക്സിസ്റ്റിംഗ് രോഗങ്ങൾക്കും ആദ്യ ദിവസം മുതൽ കവറേജ് ലഭിക്കും. 30 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് നീക്കം ചെയ്തു. അതിനാൽ പുതുതായി കാർഡ് എടുക്കുന്നവർക്ക് പോലും അടുത്ത ദിവസം മുതൽ ചികിത്സ നേടാം. 2026 ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആനുകൂല്യ പാക്കേജുകളുടെ വിപുലീകരണമാണ്. മുമ്പ് 1393 തരം ചികിത്സകൾ കവർ ചെയ്തിരുന്നിടത്തിപ്പോൾ 2026 1600-ലധികം ചികിത്സകൾ വർദ്ധിപ്പിച്ചു. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കാരോഗം, ന്യൂറോ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺ ചികിത്സ, സങ്കീർണമായ ഫ്രാക്ചറുകൾ, ഗർഭാശയ അർബുദം, സ്തനാർബുദം, കരൾ മാറ്റിവെക്കൽ എന്നിവയുൾപ്പെടെ എല്ലാ മേജർ സർജറികൾക്കും ഈ പാക്കേജിൽ ഉൾപ്പെടുന്നു. ഓരോ പാക്കേജിനും നിശ്ചിത നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഹൃദയ ബൈപ്പാസ് സർജറിക്ക് 1,20,000 രൂപയും, കിഡ്നി ട്രാൻസ്പ്ലാന്റിന് 2,50,000 രൂപയും, ക്യാൻസർ കീമോതെറാപ്പി സൈക്കിളിന് 10,000 രൂപ എന്നിങ്ങനെ ആശുപത്രികൾക്ക് ഈ നിരക്കിൽ കൂടുതൽ ഈടാക്കാൻ അനുവാദമില്ല. കൂടാതെ 2026 പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ് 15 ദിവസത്തിൽ നിന്ന് 30 ദിവസമായി വർദ്ധിപ്പിച്ചു. അതായത് ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ ആ രോഗവുമായി ബന്ധപ്പെട്ട ഫോളോ അപ്പ് മരുന്ന്, ടെസ്റ്റ് എന്നിവയ്ക്കുള്ള ചെലവ് കൂടി പദ്ധതി വഹിക്കും. അർഹതാ മാനദണ്ഡങ്ങളിൽ 2026 കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗം സാമൂഹ്യ സാമ്പത്തിക ജാതി സെൻസസ് പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങളാണ്. ഗ്രാമപ്രദേശത്ത് 5 തരം ഡിപ്രിവേഷൻ മാനദണ്ഡങ്ങളും നഗരപ്രദേശത്ത് 11 തരം തൊഴിൽ മാനദണ്ഡങ്ങളും പാലിക്കുന്നവർ യാന്ത്രികമായി പദ്ധതിയിൽ ഉൾപ്പെടും. രണ്ടാമത്തെ വിഭാഗം കുടുംബശ്രീ അംഗങ്ങളാണ്. കുടുംബശ്രീയുടെ സാമ്പത്തിക സഹായ സംഘത്തിലെ അംഗങ്ങളുടെ കുടുംബം മുഴുവൻ പദ്ധതിയിൽ ഉൾപ്പെടും. മൂന്നാമത്തെ വിഭാഗം സംസ്ഥാന സർക്കാർ പ്രത്യേകം തിരഞ്ഞെടുത്ത മറ്റു കുടുംബങ്ങളാണ്. വെള്ളക്കാർഡ് ഉടമകളിൽ വരുമാന പരിധിക്കുള്ളിൽ വരുന്നവർക്കും അപേക്ഷ നൽകി അർഹത നേടാം. 2026 പുതുതായി ചേർത്തത് വിധവകൾ, വികലാംഗർ, ട്രാൻസ്ജെൻഡർ ഭാഗം, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ എന്നിവർക്കുള്ള പ്രത്യേക പരിഗണനയാണ്. ഈ വിഭാഗങ്ങൾക്ക് വരുമാന പരിധി ഇളവ് നൽകിയിട്ടുണ്ട്. കാർഡ് സംബന്ധിച്ച അപ്ഡേറ്റുകൾ 2026 പൂർണ്ണമായും ഡിജിറ്റലാക്കി. ഫിസിക്കൽ കാർഡ് നിർബന്ധമില്ല. ആധാർ കാർഡ് മതി. ആധാർ നമ്പർ സെർവറിൽ വെരിഫൈ ചെയ്താൽ മതി ചികിത്സ ലഭിക്കാൻ. എന്നാൽ കാർഡ് ആഗ്രഹിക്കുന്നവർ അക്ഷയ സെന്റർ വഴിയോ ആശുപത്രിയിലെ ആരോഗ്യമിത്ര ഡെസ്ക് വഴിയോ ഈ കാർഡ് പ്രിന്റ് എടുക്കാം. കാർഡിൽ QR കോഡ് ഉണ്ട്. ആ കോഡ് സ്കാൻ ചെയ്താൽ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെ വിവരം ലഭിക്കും. 2026 മൊബൈൽ ആപ്പ് വഴിയും ഈ കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ആരോഗ്യമിത്ര ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ആപ്പ് വഴി ആശുപത്രി കണ്ടെത്താം, ബാക്കി തുക പരിശോധിക്കാം, ക്ലെയിം സ്റ്റാറ്റസ് അറിയാം. പദ്ധതിയിൽ പങ്കാളികളായ ആശുപത്രികളുടെ എണ്ണം 2026 ഗണ്യമായി വർദ്ധിച്ചു. കേരളത്തിൽ ഇപ്പോൾ 600-ലധികം സർക്കാർ, സ്വകാര്യ ആശുപത്രികൾ പദ്ധതിയിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ ജില്ലാ ആശുപത്രികളും, താലൂക്ക് ആശുപത്രികളും, മെഡിക്കൽ കോളേജുകളും പദ്ധതിയിലുണ്ട്. കൂടാതെ ലിസ്റ്റ് ചെയ്ത സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലും ചികിത്സ ലഭിക്കും. ഓരോ ജില്ലയിലും കുറഞ്ഞത് 20 മുതൽ 50 വരെ എംപാനൽ ചെയ്ത ആശുപത്രികളുണ്ട്. ആശുപത്രിയുടെ ലിസ്റ്റ് ആരോഗ്യമിത്ര ആപ്പിൽ, വെബ്സൈറ്റിൽ, ആശുപത്രിയിലെ ആരോഗ്യമിത്ര ഡെസ്കിൽ എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. എമർജൻസി കേസുകളിൽ ഏത് എംപാനൽ ചെയ്ത ആശുപത്രിയിലും റഫറൽ ലെറ്റർ ഇല്ലാതെ ചികിത്സ തേടാം. പ്ലാൻ ചെയ്ത സർജറികൾക്ക് മാത്രം ആരോഗ്യമിത്രയുടെ മുൻകൂർ അനുമതി വേണം.
2026 ക്ലെയിം പ്രോസസ്സിംഗ് പൂർണ്ണമായും ഡിജിറ്റലാക്കി. ആശുപത്രിയിലെ ആരോഗ്യമിത്ര ഡെസ്ക് വഴി രോഗി അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ കേസ് സ്റ്റാർട്ട് ചെയ്യും. രോഗിയുടെ ആധാർ വെരിഫിക്കേഷൻ, ബയോമെട്രിക് ഓതന്റിക്കേഷൻ എന്നിവ നടക്കും. ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി ബിൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഓൺലൈനായി സമർപ്പിക്കും. കമ്പനി 15 ദിവസത്തിനുള്ളിൽ തുക സെറ്റിൽ ചെയ്യും. സെറ്റിൽമെന്റ് വൈകിയാൽ ആശുപത്രിക്ക് പിഴ ഈടാക്കും. രോഗിയോട് പണം ആവശ്യപ്പെട്ടാൽ ടോൾ ഫ്രീ നമ്പർ 1455 പരാതി നൽകാം. 2026 പുതുതായി ചേർത്തത് പോർട്ടബിലിറ്റി സൗകര്യമാണ്. കേരളത്തിൽ എടുത്ത കാർഡ് ഉപയോഗിച്ച് ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്തെ എംപാനൽ ചെയ്ത ആശുപത്രിയിലും ചികിത്സ തേടാം. അതുപോലെ മറ്റ് സംസ്ഥാനത്തെ കാർഡുള്ളവർക്ക് കേരളത്തിലും ചികിത്സ ലഭിക്കും. ഇനി അഡ്മിഷൻ നടപടിക്രമങ്ങൾ വളരെ ലളിതമാണ്. ഒന്നാമതായി ആധാർ കാർഡും റേഷൻ കാർഡും കൊണ്ട് ആശുപത്രിയിലെ ആരോഗ്യമിത്ര ഡെസ്കിൽ പോകണം. രണ്ടാമതായി ആരോഗ്യമിത്ര സെർവറിൽ കുടുംബത്തിന്റെ പേര് പരിശോധിക്കും. പേര് ലിസ്റ്റിലുണ്ടെങ്കിൽ കാർഡ് ആക്ടിവേറ്റ് ചെയ്യും. മൂന്നാമതായി ഡോക്ടർ പരിശോധിച്ച് ചികിത്സ ആവശ്യമാണെന്ന് കണ്ടാൽ അഡ്മിഷൻ നൽകും. നാലാമതായി ചികിത്സ പൂർത്തിയായ ശേഷം ഡിസ്ചാർജ് സമയത്ത് 1 രൂപ പോലും നൽകേണ്ടതില്ല. അഞ്ചാമതായി ഡിസ്ചാർജ് സമറിയും മരുന്നുകുറിപ്പും കൈവശം വെക്കണം. ആറാമതായി 30 ദിവസത്തിനുള്ളിൽ ഫോളോ അപ്പ് വന്നാൽ അതും സൗജന്യമാണ്. 2026 പുതിയതായി ചേർത്ത സൗകര്യങ്ങൾ ഇവയാണ്. ഒന്നാമതായി ടെലി കൺസൾട്ടേഷൻ സൗകര്യം. കാർഡ് ഉടമകൾക്ക് വീട്ടിലിരുന്ന് ഡോക്ടറുമായി വീഡിയോ കോളിൽ സംസാരിക്കാം. രണ്ടാമതായി ഹോം കെയർ സർവീസ്. ചില രോഗങ്ങൾക്ക് ആശുപത്രിയിൽ കിടക്കാതെ വീട്ടിൽ നഴ്സിന്റെ സേവനം ലഭിക്കും. മൂന്നാമതായി ക്യാൻസർ, ഡയാലിസിസ് രോഗികൾക്ക് പ്രതിമാസം നിശ്ചിത തുക ഗതാഗത അലവൻസിനായി ലഭിക്കും. നാലാമതായി മാനസിക രോഗ ചികിത്സ പൂർണ്ണമായും കവർ ചെയ്യും. അഞ്ചാമതായി ആയുഷ് ചികിത്സകളായ ആയുർവേദം, ഹോമിയോപ്പതി, യോഗ എന്നിവയും ചില പാക്കേജുകളിൽ ഉൾപ്പെടുത്തി. ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവയാണ്. ഒന്നാമതായി കാർഡ് കുടുംബത്തിന് മുഴുവനുമാണ്, വ്യക്തിഗത കാർഡല്ല. കുടുംബത്തിൽ ആർക്കും ചികിത്സ തേടാം. രണ്ടാമതായി വാർഷിക പരിധി 5 ലക്ഷം രൂപയാണ്. 1 വർഷം തുക തീർന്നാൽ അടുത്ത സാമ്പത്തിക വർഷം ഏപ്രിൽ 1 പുതിയ പരിധി കിട്ടും. മൂന്നാമതായി പ്ലാസ്റ്റിക് സർജറി, കോസ്മെറ്റിക് സർജറി, വന്ധ്യതാ ചികിത്സ, കാഴ്ചത്തിരുത്തൽ ശസ്ത്രക്രിയ എന്നിവ കവർ ചെയ്യില്ല. നാലാമതായി മദ്യം, മയക്കുമരുന്ന് ഉപയോഗം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ കവർ ചെയ്യില്ല. അഞ്ചാമതായി ആശുപത്രി ബില്ലിൽ തെറ്റ് കണ്ടാൽ ഉടൻ ആരോഗ്യമിത്രയോട് പറയണം. ആറാമതായി ടോൾ ഫ്രീ നമ്പർ 145524 ഈ നമ്പറിലേക്ക് പരാതി, വിവരം, സഹായം എന്നിവയ്ക്ക് വിളിക്കാം. 2026 കേരള സർക്കാരിന്റെ ലക്ഷ്യം 100% കവറേജ് ആണ്. അതിനായി പുതിയ കുടുംബങ്ങളെ കണ്ടെത്തി കാർഡ് നൽകുന്ന നടപടി തുടരുന്നു. ആശുപത്രികളിലെ സേവന നിലവാരം മെച്ചപ്പെടുത്താൻ മോണിറ്ററിംഗ് സിസ്റ്റം ശക്തമാക്കി. ഓരോ ക്ലെയിമും ഓഡിറ്റ് ചെയ്യുന്നു. തട്ടിപ്പ് നടത്തുന്ന ആശുപത്രികൾക്കെതിരെ കർശന നടപടിയെടുക്കുന്നു. ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ആരോഗ്യമിത്രമാർക്കും പരിശീലനം നൽകുന്നു. അർഹതയുള്ള എല്ലാവരും കാർഡ് എടുത്ത് ആനുകൂല്യം വിനിയോഗിക്കണം. ഈ വിവരങ്ങൾ അർഹരായ എല്ലാ കുടുംബങ്ങളിലേക്കും എത്തിക്കാൻ മറക്കരുത്.